സാറേ, വെഞ്ഞാറമൂട്ടിൽ അഫാൻ 5 പേരെയാണ് കൊന്നത്. അപ്പം അഫാൻ വെളിപ്പെടുത്തിയ പുതിയൊരു കാര്യം എന്ന് പറയുന്നത് 10,000 രൂപ ഒരു ദിവസം പലിശ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കൊടുക്കാനുള്ള വരുമാനമില്ല. പക്ഷേ ഇപ്പോഴും ഈ ഉമ്മ പറയുന്നതും അഫാൻ പറയുന്നതും തമ്മിൽ പൊരുത്തക്കേടുകൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിക്ക് അപേക്ഷ നൽകി ഇന്നോ നാളെയോ അഫാനെ കൈ കിട്ടും. ഇതിനകത്ത് കട്ടിൽ നിന്ന് താഴെ വീണ ഉമ്മയുടെ കണ്ണിന് താഴെ 6-7 സ്റ്റിച്ച്, വായ്ക്കുള്ളിൽ 13 സ്റ്റിച്ച്. അപ്പോൾ ഇങ്ങനെ ഇത് പറയുന്ന കപടതയാണ്, കള്ളമാണെന്നറിയാം. അപ്പോൾ ഇനി പോലീസ് ഈ അഫാനെയും അതുപോലെ തന്നെ ഈ ഉമ്മയെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഇനി സത്യം പുറത്ത് വരിക. അതിൽ സത്യം പുറത്ത് എനിക്ക് മനസ്സിലാകുന്നില്ല. 65 ലക്ഷം രൂപ കടമുണ്ട്, ദിവസം 10,000 രൂപ പലിശ കൊടുക്കണം. ഇതൊക്കെ ആ ചെറുക്കന് എന്ത് പ്രായമുണ്ട്? 23 വയസ്സ്. 23 വയസ്സുള്ള ഒരു ചെറുക്കന് 65 ലക്ഷം രൂപ കടം കിട്ടുന്നത് എങ്ങനെയാണ്? ആരെ ഈ കടം കൊടുത്തത്? എനിക്ക് 23 ഒരു 20 വയസ്സുള്ളപ്പോൾ ഒരു 250 രൂപ എൻ്റെ ഗ്രാമപ്രദേശത്തെ ഒരു പണക്കാരനോട് കടം ചോദിച്ചു. അപ്പോൾ എന്നെ അറിയാം, എൻ്റെ വീടറിയാം, ഒക്കെ അറിയാം. ഞാൻ 250 രൂപ വേണം ചേട്ടാ, 2-3 മാസം കഴിയുമ്പോൾ തരാം. പുള്ളി പറഞ്ഞ് കാശ് തരാമല്ലോ, ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോയിട്ട് അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറ, അച്ഛൻ്റെ ഞാൻ കൊടുത്തു വിടാം. അതോടെ എൻ്റെ ഗ്യാസ് പോയി, ഞാൻ സ്ഥലം വിട്ടു. 250 രൂപ. ഇപ്പോൾ ഈ 65 ലക്ഷം രൂപ ഒരു 23 വയസ്സുള്ള ചെറുക്കൻ ആരെങ്കിലും എടുത്ത് കൊടുക്കണം എങ്കിൽ അതിലെന്തൊക്കെയോ വലിയ ദുരൂഹതകളുണ്ട്. 23 വയസ്സുള്ളൊരു പയ്യൻ നമ്മളോട് കടം ചോദിച്ചാൽ നമ്മൾ കൊടുക്കുക. നമ്മളും ഇതുപോലെ പറയും, അച്ഛൻ ചോദിക്കട്ടോ, ഞാൻ അച്ഛൻ്റെ കൊടുത്തേക്കാം കേട്ടോ, അച്ഛൻ്റെ ഒന്നും മേടിച്ചോ, ഞാൻ അവിടെ കൊടുത്തേക്കാം. ഇങ്ങനെ പറയുള്ളൂ ആരെങ്കിലും. അല്ലാതെ ഈ വെറുതെ ഒരു ചെറുപ്പക്കാരൻ അവന് വല്ല പണിയോ എന്തെങ്കിലും ഉണ്ടോ? എവിടുന്ന് ഈ 65 ലക്ഷം രൂപ ഇവന് കടം കിട്ടിയത്? അത് തന്നെ വലിയൊരു കള്ളക്കഥയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത് ഇത്രയും ദിവസമായിട്ടും അഫാൻ്റെ ഒരു കാര്യവും പൊളിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞില്ല. അപ്പോൾ കേരള പോലീസ് അത്രയ്ക്കും മോശമാണോ? കേരള പോലീസ് മോശമായിട്ടൊന്നുമല്ല, എല്ലാം ഒന്നും അവർ പുറത്ത് വിടുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാ വിവരവും അവർ പുറത്ത് വിടുന്നില്ല. കാരണം ഇതിൽ ഏതെങ്കിലും വമ്പന്മാരൊക്കെ പെട്ട് കാണും, രാഷ്ട്രീയക്കാരുണ്ടാവാം, ബിസിനസ്സുകാരുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം വിവരങ്ങൾ പുറത്ത് വിടുകയില്ല. അതുപോലെ സ്ത്രീ സംബന്ധമായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പോലീസ് ആ വിവരം പുറത്തു വിടുകയില്ല. അവരുടെ പ്രിൻസിപ്പിൾ അങ്ങനെയാണ്. അത് അവർ രഹസ്യമായിട്ട് വയ്ക്കുന്നു എന്ന് ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല. പോലീസുകാർക്ക് ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് പഴയ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിൽ അവരോട് പറയും. ഇപ്പോൾ എറണാകുളത്ത് സുഭാഷ് പാർക്കിൽ ഒരു യുവതിയുടെ മാല പൊട്ടിച്ച് ഓടിയ ആളിനെ പോലീസ് പിടികൂടി. ഇതാണ് വാർത്ത. ഇങ്ങനെ വാർത്ത കൊടുക്കാവുള്ളൂ. ഈ യുവതി അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള വാർത്ത കൊടുക്കരുത്. യുവതി അവിടെ വേറൊരുത്തനുമായിട്ട് വർത്തമാനം പറഞ്ഞിരുന്നു, സ്വയം മറന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറകിൽ നിന്ന് വന്ന് മാല പൊട്ടിച്ചുകൊണ്ട് പോയത്. ഇവൾ മറ്റവനെ നോക്കി കണ്ണിൽ നോക്കി സ്വയം മറന്നൊക്കെ ഉള്ള ഇരിപ്പുണ്ടല്ലോ, ഈ ഇരിപ്പിനിടയ്ക്കാണ് ഇവൻ മാല പൊട്ടിച്ചോടിയത്. അപ്പോൾ പോലീസുകാർക്ക് കൊടുക്കുന്ന നിർദ്ദേശം, ആ ഇരിപ്പ് നിങ്ങൾ പറയരുത്, മാല പൊട്ടിച്ചോടിയ അവനെ പിടികൂടി എന്ന് പറയുക. യുവതി എന്ത് ചെയ്യുകയായിരുന്നു എന്ന് പറയരുത്. ദാറ്റ് ഈസ് ഓക്കെ. ആ ഇൻഫർമേഷൻ പോലീസിൻ്റെ ഉണ്ട്, പക്ഷെ അത് പുറത്ത് പറയില്ല. കാരണം അത് യുവതിക്കും ഒരു ക്ഷീണമാണ്, മറ്റേ യുവാവ് ആരാണെന്ന് അറിയില്ല, ആ പാവത്തിനൊരു ക്ഷീണമാണ്, ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് ആ കൺസിഡറേഷൻ കൊടുക്കും. അപ്പോൾ ഇതുപോലെ ഇത്തരം കേസുകളിലും ഒരു ഹൈ ലെവൽ എന്തെങ്കിലും പേരുകളൊക്കെ ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ അത് പുറത്ത് പറയില്ല പോലീസ്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ശ്രമിക്കും. ഞാൻ വിചാരിക്കുന്നത് ഇതൊരു നിസ്സാര കാര്യമല്ല. ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്ര വലിയ കൊലപാതകങ്ങൾ, നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ സാധാരണ പ്രൊഫഷണൽ കില്ലേഴ്സ് പോലും ഇത് ചെയ്യാറില്ല. ഒരാളെ അല്ലെങ്കിൽ 2 പേരെ കൊല്ലും. അതിൽ കൂടുതലൊന്നും ഈ പ്രൊഫഷണൽ കില്ലേഴ്സിന് പോലും സാധ്യമല്ല. സാധാരണ രീതിയിലുള്ള കൊലപാതകമല്ലോ. 5 പേരെ കൊല്ലുന്നത് 7 മണിക്കൂർ എടുത്തിട്ടാണ്. 10-25 കിലോമീറ്റർ ബൈക്കിൽ സഞ്ചരിച്ചാണ്. കുളിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് പോയി മദ്യപിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അനിയനെ സ്നേഹിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കാമുകയെ വിളിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഒരു ബോൺ ക്രിമിനൽ ആകണം, അതല്ലെങ്കിൽ കൃത്യമായ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. ട്രെയിൻഡ് അല്ല, ഇതൊരു ഈ ഭൂതാവേശം പോലത്തെ ഏർപ്പാടാണ്. ഡ്രഗ്സ് ആയിരിക്കണം ഇതിൻ്റെ പുറകിൽ പ്രചോദനം. വിറ്റ് ഗിവ്സ് യു അൺലിമിറ്റഡ് സ്റ്റാമിന. അതാണ് ഈ 14 വയസ്സുകാരൻ 27 വയസ്സുള്ള ആളിനെ കുത്തിക്കൊന്നു എന്നൊക്കെ പറയില്ലേ. അസാമാന്യമായ സിരകളിൽ രക്തയോട്ടം ഉണ്ടാകുക, തലച്ചോറിൽ രക്തയോട്ടം ഉണ്ടാവുക,
അങ്ങനെയൊക്കെ വന്ന് ചെയ്യുന്ന ക്രൈമാണിത്. അതല്ലെങ്കിൽ 14കാരൻ കുത്തിയാൽ 31 വയസ്സുകാരൻ ചാകുമൊന്നുമില്ല. ഇവൻ കുത്താൻ തുടങ്ങുമ്പോൾ തന്നെ മറ്റേ ആൾ തട്ടുകയോ പിടിക്കുകയൊക്കെ ചെയ്തിട്ട് അതങ്ങ് കുറച്ച് മുറിവൊക്കെ ഏൽപ്പിക്കാം എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നത് അസാമാന്യമായ ശക്തി ഉണ്ടാവും. ഭ്രാന്തന്മാരുണ്ടല്ല, ഭ്രാന്തന്മാർക്ക് ആരോഗ്യം കുറവായിരിക്കാം പക്ഷേ, ബട്ട് വൈൽഡ് ബീസ്റ്റായിട്ട് വലിയ കാട്ടുപോത്തിനെ പോലെ ആക്രമിക്കും ആൾക്കാരെ. അപ്പോൾ അതുകൊണ്ട് ഭ്രാന്ത് വന്നവർ വയലൻ്റ് ആയിക്കഴിഞ്ഞാൽ അവരെ പിടിക്കാൻ 3-4 ആൾക്കാരൊക്കെ വേണം, എങ്കിലേ പിടിച്ച് നിയന്ത്രണത്തിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ എന്തോ ഡ്രഗ്സ് ഇവൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഇത്ര ക്രൂരമായും ഇത്ര ചെറിയ സമയം കൊണ്ട് ഇത്രയും പേരെ കൊല്ലാൻ സാധിക്കുന്നത്. പ്രൊഫഷണൽ കില്ലേഴ്സിനോ ട്രെയിനിങ് കിട്ടിയവർക്കോ പോലും ഇത് സാധ്യമല്ല. ഒരു കൊലപാതകം വേറെ വന്നാൽ 2 കൊലപാതകം ഒക്കെ ചെയ്യാമായിരിക്കും. ഇപ്പോൾ ചെന്താമരയൊക്കെ ചെയ്തില്ലേ പലതരം, 2 പേരെ കൊന്നു, അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. അത് തന്നെ ഒരു അത്ഭുതമാണ് കേട്ടോ. സിനിജി ഒരു കൊലപാതകം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല, മനസ്സിലായി. പെട്ടെന്ന് വന്ന ദേഷ്യത്തിന് ഒരാളെ വെട്ടാം, ബട്ട് കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഹാവ് എ ക്രിമിനൽ മൈൻഡ്, യു ഹാവ് ടു ഹാവ് ട്രെയിനിങ് ഫോർ ദാറ്റ്. വെറുതെ ഒരു കത്തിയുമായിട്ട് പോയാലൊന്നും ആൾ ചാകുമൊന്നുമില്ല. ബ്രൂട്ടലായിരുന്നു, രക്തവും മാംസമൊക്കെ മുഖത്തു നിന്ന് ചിതറിത്തെറിക്കുക. അത് സ്വന്തം അനുജൻ്റെ പ്രിയപ്പെട്ട കാമുകിയുടെ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു മനുഷ്യന്? ചെയ്യാൻ പറ്റുമെന്നല്ലേ ഇയാൾ തെളിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിൽ വല്ലാത്ത ദുരൂഹതകളുണ്ടെന്ന് ഞാൻ കരുതുന്നു. പോലീസിന് കിട്ടിയ മുഴുവൻ വിവരം തന്നെ അവരെ ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ അവർ പുറത്ത് വിട്ടിട്ടുമില്ല. അല്ലെങ്കിൽ ഇതിനോടകം അത് പുറത്ത് വരേണ്ടതാണ്. കേരള പോലീസിന് വാസ്തവത്തിൽ കേരള പോലീസിൻ്റെ അത്രയും സാമർഥ്യമുള്ള പോലീസുകാർ കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇത്രയും സ്മാർട്ടൊന്നും അല്ല കേരള പോലീസ്. അവർ ഈ ഏതോ സിനിമയിൽ ഭീമൻ്റെ പറയുന്നുണ്ട്, ഈ കയ്യിലെ മുറിവ് കണ്ടു കഴിഞ്ഞാൽ ആരാണ് കുത്തിയതെന്ന് തിരിച്ചറിയുന്ന ആൾക്കാരുണ്ട് പോലീസിൽ. ആ മുറിവിൻ്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്നവൻ്റെ ആണല്ലോ, കാരണം അവനാണ് പൊതുവെ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്. ആ പോറൽ കണ്ടു കഴിഞ്ഞാൽ, മുറിവ് കണ്ടാൽ അവർക്കറിയാം കത്തി ഏതാ. അപ്പോൾ കത്തി ഉപയോഗിക്കുന്നവൻ ഇന്നവനാണ്. നേരെ പോയി അവനെ പൊക്കും, അവനോട് ചോദിക്കും, അവൻ പറയും ഇന്നതാണ് സംഭവം എന്ന് പറയാം. അങ്ങനെ ചെയ്യാൻ സാമർഥ്യമുള്ളവരാണ് കേരള പോലീസ്. അപ്പോൾ പോലീസ് വമ്പൻ നീക്കം നടത്തും അല്ലേ? നടത്തും എന്ന് പ്രതീക്ഷിക്കാം, രാഷ്ട്രീയ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ. കാരണം ഈ ഡ്രഗ്സിൻ്റെ കൂടെയുള്ളതാണ് രാഷ്ട്രീയം. ഈ ഡ്രഗ്സ് ഞാൻ പറയട്ടെ, പോലീസ്, എക്സൈസ്, പൊളിറ്റീഷ്യൻ, ഈ 3 കൂട്ടത്തിലെ കുറേ അധികം പേര് അറിയാതെ കേരളത്തിൽ ഡ്രഗ്സ് വരികയുമില്ല, വിറ്റഴിക്കുകയുമില്ല. ഉറപ്പാണ്. കുറച്ച് പേര് ഇതിനെ സഹായിക്കുന്നവരുണ്ട്. സഹായിക്കുന്നത് പലതരത്തിലാകാം. ഒന്ന് പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക റൂട്ട് വഴി ഇത് പോകുമ്പോൾ ഒന്ന് കണ്ണടച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ ആയിരിക്കും സഹായം. അതിനുള്ള പ്രതിഫലവും വാങ്ങുന്നുണ്ടാകും. അതല്ലാതെ ഈ ഓപ്പറേഷൻസൊന്നും നടക്കില്ല. അത് സംശയം തോന്നുന്നത് വെച്ചാൽ ഇവൻ രാത്രി കാലങ്ങളിൽ ബൈക്കിൽ ചുറ്റി സഞ്ചരിക്കും. പൊതുവേ അന്തർമുഖനാണ്. ഉമ്മയായിട്ടോ അനിയനായിട്ടോ മാത്രമേ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ. ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നതിന് പിന്നിലൊരു കാരണം ഉണ്ടാവല്ലോ. ഉമ്മ പറയുന്നുണ്ട് ഇവന് ജോലി കിട്ടി, അതുകൊണ്ട് ഇവൻ അവിടെ പോവാണെന്ന്. ഉമ്മയുമായി അടുത്ത ബന്ധമുള്ള ഒരു കൂട്ടുകാരിയെ ഇവൻ പതുക്കെ അവരിൽ നിന്ന് അകറ്റുന്നുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ എത്ര കാൽക്കുലേറ്റഡ് ആയിട്ട് എത്രയോ കാലമായിട്ട് ആലോചിച്ചുറപ്പിച്ചായിരിക്കില്ല ഇങ്ങനെ അറ്റാക്ക് നടത്തുന്നത്. ഇവൻ്റെ ഫോണിൽ നിന്ന് ഇവൻ എങ്ങനെ ചുറ്റി ഉപയോഗിക്കുമെന്നോ എങ്ങനെ മറ്റുള്ളവരെ കൊല്ലാമെന്നോ ഒക്കെ ഉള്ളത് മൊബൈലിലൊക്കെ അവൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു പ്ലാൻഡ് അല്ലേ ഇത് സാധനം? പ്ലാൻ തന്നെ ആയിരിക്കും. അതല്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇത്രയും പേരെ കൊല്ലാൻ പറ്റില്ല. പ്ലാൻഡ് ആയിരിക്കും. പിന്നെ ചുറ്റിക വെച്ചടിച്ച് ഒരാളെ കൊല്ലാനായിട്ട് ഗൂഗിളോ യൂട്യൂബോ ഒന്നും എടുത്ത് നോക്കേണ്ട കാര്യമില്ല. ചുറ്റി കൊണ്ടടിച്ച് കൊല്ലാൻ പ്രത്യേകിച്ച് സ്കില്ലൊന്നും വേണ്ടില്ല. മറ്റത് ഇതാണ്, ഈ കളനാശിനി വഴി എങ്ങനെ കൊല്ലാം എന്നൊക്കെ ഗ്രീഷ്മ കേസിൽ ഗ്രീഷ്മ അന്വേഷിച്ചത്. ഇയാൾക്കത് അന്വേഷിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുറ്റിക, കോടാലി, വെട്ടുകത്തി ഇത് കൊണ്ട് കൊല്ലാനായിട്ട് യൂട്യൂബിൽ എങ്ങനെ വെട്ടണം എന്നൊക്കെ. അല്ല, ആയിരത്തേലും ആരും ശബ്ദം പോലും കേട്ടില്ലെന്നാണ് പറയുന്നത്. ഒറ്റയടിക്ക് അയാൾ പെട്ടെന്ന് സ്റ്റക്കായി നിൽക്കണമെങ്കിൽ പിന്നെ 20 തവണയോളം അടിക്കുകയും ചെയ്തു. അപ്പം ക്രൂരമായി ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒരാൾ പറഞ്ഞു കൊടുക്കുക, നീ ഇങ്ങനെ ചെയ്താൽ അവർ വീഴും, പിന്നെ നിനക്ക് അടിച്ചു കൊല്ലാം. അപ്പോൾ പകയാണോ അതോ മറ്റെന്തെങ്കിലും ആയിരിക്കും? അല്ല, ഇവരെയൊന്നും കൊന്നതിൻ്റെ കാരണം മനസ്സിലായി. ഇപ്പോൾ 81 വയസ്സുള്ള അമ്മൂമ്മയെ കൊല്ലാൻ എന്തെങ്കിലും ഒരു കാരണം പറയാൻ പറ്റുമോ? ഇമാജിൻ ചെയ്യാം നമുക്ക്. എന്തെങ്കിലും ഒരു അമ്മൂമ്മ എന്തെങ്കിലും ഇവനെ ഉപദ്രവിക്കുകയോ പിടിക്കുകയോ ഒന്നുമില്ല. അവർക്ക് 81 വയസ്സായി.
ഭിത്തിയിൽ പിടിച്ച് 4 ഇടി ഇടിച്ച് കഴിയുമ്പോൾ അവർ ചത്തുപോയി, പാവം. അതിനെന്ത് ന്യായം പറയും? അത് ഞാൻ പറഞ്ഞില്ലേ, മൊത്തം ഒരു ദുരൂഹത ഇതിനകത്തുണ്ട്. അത് ദുരൂഹത നമുക്കാണ്, പോലീസിനാണെന്ന് ഞാൻ കരുതുന്നില്ല. പോലീസിന് കൃത്യമായ ഇൻഫർമേഷൻ ഉണ്ടാവും, അത് താമസിയാതെ അതിന് ആക്ഷനും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അന്വേഷണം ശരിയായ ദിശയിൽ പോകാൻ വേണ്ടി പല കാര്യങ്ങളും പോലീസ് തൽക്കാലം മറച്ചു വെക്കുന്നതായിരിക്കാം അല്ലേ? ആയിരിക്കാം. അപ്പം മികവുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വരട്ടെ, സത്യങ്ങൾ പുറത്തു എന്തെങ്കിലും തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ടി വിയിലിട്ട് അലക്കുമല്ല, അത് ഭയന്നിട്ട് അവർ ആ വലിയ പോലീസുകാരെക്കാട്ടി മികവ് അവിടെ കാണിക്കുകയും ചെയ്യും അല്ലേ? അപ്പോൾ എന്തായാലും ഇതിൻ്റെ നിഗൂഢതകളൊക്കെ പുറത്തു വരട്ടെ, ചുരുളഴിയട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.